2 അലിഗേഷൻസാണ് മേജർ രവിയുടെ ഉള്ളത്. ഒന്ന്, മോഹൻലാൽ പടം കണ്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് ഞാൻ നുണ പറഞ്ഞു എന്നുള്ളത്. ആന്റണി പെരുമ്പാവൂർ എന്താ പറഞ്ഞത്? അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണെന്നുള്ളത് അല്ലേ? കഥ കണ്ടു, വായിച്ചു. ഞാനൊരു എഴുത്തുകാരനാണ്. ഞാനത് കഴിഞ്ഞ് പലതും മാറ്റും. പടം കാണലാണ് മുഖ്യം. അപ്പം അത് വിട്ടേക്ക്. രണ്ടാമത് ചേച്ചി പറഞ്ഞു, ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി, പടം നന്നല്ല എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ എവിടെയാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് യെസ്, ടെക്നിക്കലി ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫിലിം. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു. അന്ന് പറയില്ല. കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഒരാൾ ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റിവിറ്റിയാണ്. അപ്പം ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട, ഞാനായിട്ടൊരു സംഭവം ട്രിഗർ ചെയ്യേണ്ട. പക്ഷെ ജനങ്ങൾ ഇളകിയപ്പം ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഇത്രയേ ഉള്ളൂ. പടം കണ്ടു ഇത്. പിന്നെ ഞാനെങ്ങനെ, എവിടെയാണ് ഞാൻ പറഞ്ഞത് ചേച്ചിയുടെ അടുത്ത് പടം കൊള്ളൂല എന്നുള്ളത്? നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറ. ഓക്കെ. അല്ല, ഇതിലേ ഇപ്പം മേജർ ഇത് മോഹൻലാലിന്റെ ഒരു പ്രീതി നേടാൻ വേണ്ടി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി. മോഹൻലാലിന്റെ പ്രീതി എനിക്ക് നേടേണ്ട ആവശ്യമില്ല മോനെ. 94 മാർച്ച് 13 തൊട്ടുള്ള ബന്ധമാണത്. അത് പടം ചെയ്താലും ഇല്ലെങ്കിലും അത് അവിടെ നിൽക്കും. അത് മരിക്കുന്നവരെ അതുപോലെ തന്നെ നിൽക്കും. ലാലും വേണോ വേണ്ടെന്നുള്ളതില്ല. ലാല് മരിക്കുന്നവർക്ക് എനിക്കൊരു കടപ്പാടുണ്ട്. കാരണം എനിക്ക് കീർത്തിചക്ര എന്നുള്ള സിനിമ ചെയ്ത് എന്നെ മേജർ രവിയാക്കിയത് മോഹൻലാലാണ്. അതിന് ഈ ആന്റണി പെരുമ്പാവൂരോ ആരും ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാരാണ്? RB ചൗധരി സാറാണ്. അതിന് എനിക്ക് 2 പേരുടെ കടപ്പാടുള്ളൂ. അത് ഞാൻ എപ്പോഴും ചെയ്തിരിക്കും. സോ ഐ എം നോട്ട് ബോതേർഡ് ഹൂ സേസ് വാട്ട്. ഇനി വഖഫിന്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. മോഹൻലാൽ പടം കണ്ടിരുന്നു. ഇപ്പോഴും ഞാൻ എന്താ പറയുന്നറിയോ? ആ പടത്തിനകത്ത് പടം കണ്ടതിന് ശേഷം ഇറങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷനുണ്ട്. പക്ഷേ ഒരു പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പടത്തെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിനകത്ത് ക്രൈസ്തവർക്ക് എഗൻസ്റ്റ് എന്നുള്ളതല്ല, സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചുകൊണ്ട് പലതും പകുതിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയതല്ലേ. അതിൻ്റെ എല്ലാം ഇന്നിപ്പോൾ ജനങ്ങളെ ഇളകിയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള ആ പ്രശ്നം തന്നെ ഞാൻ പറഞ്ഞല്ല. പടം കൊള്ളൂല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ചേച്ചി അതും വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ മോൻ്റെ പടം കൊള്ളൂല എന്ന് മേജർ റിവ്യൂ. എവിടെ പറഞ്ഞു? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കൊണ്ട് പറയുക, ഏതെങ്കിലും പറയുക. ഇന്നും നിങ്ങൾക്ക് ആന്റണി പെരുമ്പാവൂരിൻ്റെ അടുത്ത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ? പടം കണ്ടോ ഇല്ല എന്നുള്ളത്, പ്രിവ്യൂ ഉണ്ടായിരുന്നോ എന്നുള്ളത്? ഇല്ല. അപ്പോൾ എന്നെ കുറ്റം പറയണ്ട. ഞാൻ മോഹൻലാലിനെ ആരെങ്കിലും ചളിവേറ്റി തേക്കാണെങ്കിൽ എനിക്ക് ആരെയും പെർമിഷനൊന്നും വേണ്ട. അത് കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നുള്ളത്. ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇതുവരെ പല കാര്യങ്ങളിലും ബിസിയായിരുന്നു. മേജർ രവി ആരാണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ചങ്കന്നെയാണത്. മോഹൻലാൽ വേണ്ടെങ്കിലും ഇല്ലെങ്കിൽ ശരി, അത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ അതിന് താഴത്തൊരു പരാമർശം കണ്ടിരുന്നു, ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിലും ഇയാൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത ആരാണെന്നുള്ളത് എനിക്കറിയാം. മോഹൻലാലിനെ കൂടെ നടക്കുന്ന ഒരുത്തനെ ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ കയറ്റിയിട്ടില്ല. ഇത് അവൻ്റെ ഡ്രാഫ്റ്റാണ്, അവൻ്റേന്ന് തന്നെ പറയുന്നു. ഓക്കെ, കുറച്ച് വയലൻ്റാണ്, അത് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇപ്പോഴും ഒരു സംശയം നിൽക്കുന്നത്, ആന്റണി പെരുമ്പാവൂർ പറയുന്നു ഞങ്ങൾ കഥ കണ്ടിട്ടുണ്ട് പക്ഷെ പടം കണ്ടില്ല, പടം കണ്ട കാര്യത്തിൽ ഉറപ്പ് പറയുന്നില്ല. മേജർ പറയുന്നു ഇവർ പ്രിവ്യൂ കണ്ടിട്ടില്ലെന്നുള്ളത്. അതിലെന്താ മേജർ ഒരു ഉറപ്പ് പറയാം? ഇവർ പ്രിവ്യൂ കണ്ടിട്ടില്ലെന്ന് ആനയോട് ചോദിക്കൂ. നിങ്ങൾ എന്റെ ബാങ്ക് ഇത് എന്റെ പടമാണോ? ഞാൻ ഡയറക്ട് ചെയ്തിട്ടില്ല, എന്റെ പ്രൊഡ്യൂസർ അതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നുണയനാക്കിയിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് നുണയാണെന്നുള്ളത് പറ. മോനെ ഇല്ല, ഞാൻ പലതും കണ്ടു. പക്ഷെ ഞാൻ ഈ ഒന്നാമത്തെ ഞാൻ പറയാം, ഈ ട്രോളും കാര്യങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല. എൻ്റെ ലൈവും കൊടുത്തിട്ട് ഞാനങ്ങ് പോകും. അതിൻ്റെ താഴത്ത് തെറി വിളിക്കുന്ന മുഴുവൻ ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്കാരാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. മോനെ ബുള്ളറ്റുകളെ ഫേസ് ചെയ്തിട്ടില്ല, പിന്നെയാണ് നിങ്ങളുടെ സൈബർ അറ്റാക്ക്. ഒന്ന് പോവാൻ പറ. അതെന്താ എനിക്കറിയില്ല, അതൊരു അമ്മയുടെ വികാരം, അത്രയേ ഉള്ളൂ. അതിന് എൻ്റെ പേരെന്തിനാണ് എടുത്തെന്നുള്ളതാണ് ഞാനിപ്പോഴും ചോദിക്കുന്നത്. ഞാൻ ഒരിക്കലും, എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമാണ്. പക്ഷേ ആരെങ്കിലും ആൻറ്റി നാഷണൽ പ്രൊപ്പഗണ്ട നടത്തിയാൽ അല്ലെങ്കിൽ ആൻറ്റി ഗവൺമെൻറ് നടത്തിയാൽ ഞാനൊരു രാഷ്ട്രവാദിയാണ്, രാഷ്ട്രീയവാദിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റായിട്ടും ഒപ്പോസ് ചെയ്യും. അതുണ്ട്, ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സത്യത്തെ മറച്ചു വെച്ചു. ഗോത്ര എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ആദ്യം തൊട്ടിങ്ങനെ തുടങ്ങുക. അതില്ലാതെ നിങ്ങൾ പതുക്കി വെച്ചിട്ട് മുസ്ലിങ്ങളെ പോയിട്ട് ഹിന്ദുക്കൾ കൊല്ലുന്നു എന്ന് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനസമാനത്ത് ജീവിക്കുകയാണ് ഹിന്ദു മുസ്ലിം. അതിനിടയിൽ നിങ്ങൾ 20 വയസ്സായിട്ടുള്ള കുട്ടികളുടെ തലയിൽ ഇതാണോ കയറ്റുന്നത്? നിങ്ങൾ ഇത് കയറ്റിയത് എന്താണത്?
അപ്പോൾ അവർ ഈ 20 വയസ്സായിട്ടുള്ള കുട്ടി ഗോത്ര കണ്ടിട്ടില്ല, ഗോത്ര അറിയില്ല. അവൻ കാണുന്നത് എന്താണ്? ഹിന്ദുക്കൾ കയറി മുസ്ലിങ്ങളെ കൊന്നു. വെറുതെ ഒരു സമൂഹത്തിൽ അൺട്രസ്റ്റ്. ഇറ്റ്സ് എൻ ആൻറ്റി നാഷണൽ മൂവ്മെൻറ്റ് വാട്ട് ഹി ഹാസ് ഡൺ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല, ഞാൻ മിണ്ടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ എൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ മുനമ്പം വരെ ഞാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇനിയൊന്ന് വിടുമോ? ഇത് കഴിഞ്ഞിട്ട് ഷൈനെ ഞാൻ നിനക്ക് തന്നെ ഞാനൊരു ഇൻ്റർവ്യൂ തരാം. മോനെ ഞാൻ ചെയ്യാറുണ്ട്, മറ്റൊരു ചെയ്തോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ പലപ്പോഴും സ്ക്രിപ്റ്റിൽ തിരുത്തുവരുന്നു. പക്ഷേ എൻ്റെ പടത്തിനകത്ത് രാജ്യസ്നേഹമാണ്, രാജ്യദ്രോഹം ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഇന്നേ വരെ എൻ്റെ പടത്തിനകത്ത് ഏതെങ്കിലും ഒരു ജാതിക്കാരെയോ പാർട്ടിക്കാരെയോ ഞാൻ അനാവശ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നാളെ ആരോ ചോദിച്ചു, കീഴ്ചക്രയിൽ നിങ്ങളെല്ലാം മുസ്ലിംസിനല്ലേ വില്ലന്മാരായിട്ട് കാണിച്ചു. അതെ, കാശ്മീരിലും ബലൂചിസ്ഥാനിലും ഉള്ള വില്ലന്മാർ ചെയ്യുന്നത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കുട്ടിശങ്കര പെരുമ്പതായിരുന്നുള്ളത്. അവിടെ മുസ്ലിമിൻ്റെ പേര് തന്നെയായിരിക്കും. അപ്പോൾ അതിന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊക്കെ ഈ ചൊറിയന്മാർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ മുകളിൽ നീ ട്രോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക്